ഹായ്, നിങ്ങൾ അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് എന്തിൻ്റെ കുറവുള്ളത്? സമയത്ത് എഴുന്നേൽക്കണു, പ്രാർത്ഥിക്കണു, നല്ല അടിപൊളി ഭക്ഷണം കഴിക്കണു, കളിക്കാൻ പോകുന്നു, പിന്നെ ഉറങ്ങുന്നു. പല കൂട്ടുകാരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശരിയാണ്, ഏറെക്കുറെ അത് ശരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്താ മിസ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്യണ ഒരു കാര്യമുണ്ട്. അതെനിക്ക് മനസ്സിലാവണത്, കൂടുതലായിട്ട് ഫീൽ ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഫീൽ ചെയ്തിട്ടുള്ളത് സെമിനാറിലൊക്കെ ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് മിഷനൊക്കെ പോയപ്പോഴും നമുക്ക് പനി പിടിക്കുന്ന ഒരു സമയമുണ്ട്. പനിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അടുത്തുള്ള അച്ഛന്മാരോ സിസ്റ്റേഴ്സ് ആൾക്കാരൊക്കെ ഭക്ഷണം തരുന്നു, മരുന്നൊക്കെ തരുന്നു. ഇവരെല്ലാവരും ചുറ്റുമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ഒരു സന്ധ്യയൊക്കെ ആയി, രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കട്ടിലിങ്ങനെ ഈ പനിയുടെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കുട്ടിക്കാലത്തിലേക്ക് പോകും. എപ്പോൾ പനി വന്നാലും എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എപ്പോൾ പനി വന്നാലും കുട്ടിക്കാലത്തിലേക്ക് പോകുന്നു. ആ ഓർമ്മകളുണ്ടല്ലോ, അമ്മച്ചി കട്ടിലിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓർമ്മ. പണ്ട് ചെറുതായിട്ട് പനിയൊക്കെ വരുമ്പോൾ ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ നനച്ച് നെറ്റിയിലൊക്കെ ഇടുന്നു. ആ നെറ്റിയിലിട്ടുകൊണ്ട് പനിയൊന്നും പ്രത്യേകിച്ച് പെട്ടെന്ന് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സാമീപ്യം അത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മിസ്സാവാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ പറയണെന്തിനാ? ഇല്ല, പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് അമ്മച്ചി കേൾക്കാനും പോകണില്ല, അല്ലെങ്കിൽ അമ്മച്ചിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ഇവിടെ കുറച്ച് ദിവസമായിട്ട്, അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് മെയ് 11 മാതൃദിനമാണ്, അമ്മമാർക്കൊരു വിഷ് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന കാര്യം പറഞ്ഞു. ഞാൻ എത്ര ആലോചിച്ചിട്ടും കുറേ കോംപ്ലിമെൻറ്റ്സ് പറയാമെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെയായ സത്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അവരെ കൂടുതൽ തിരിച്ചറിവുകളോടുകൂടെ അവരെ സ്നേഹിക്കാനൊക്കെയുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ജന്മം കൊടുത്തുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാവരുടെയും അമ്മമാരായി തീർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും.